ഇതൊരു ദേശീയ റെക്കോർഡാണ്, ഒരുപക്ഷെ ലോക റെക്കോർഡ് തന്നെ ആയിരിക്കും. മലപ്പുറം നഗരസഭയ്ക്കുള്ള ലോക റെക്കോർഡ്. കാരണം 3100 വയോജനങ്ങളെ 80 ബസ്സുകളിലായിട്ട് ഒരൊറ്റ ദിവസം രാവിലെ കോട്ടക്കുന്നിൽ നിന്ന് പുറപ്പെട്ട് വയനാട് യാത്ര. മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ വന്നപ്പോ മനസ്സിലാക്കിയത്, ചില ആളുകൾ കോട്ടക്കുന്ന് ഇതിലും സന്തോഷം എന്ന് പറയുന്നത് ഇവരെ ഒരുമിപ്പിച്ചതും അവരുടെ ആ സന്തോഷത്തിന് ഒരു വലിയൊരു ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് നഗരസഭ നൽകിയത്. പ്രിയങ്കരനായ സുഹൃത്ത് നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരിയും ടീമിന്റെയും ഒരുപാട് നാളത്തെ ഒരു പരിശ്രമത്തിന് ഫലമാണ്. എന്റെ സുഹൃത്ത് മലപ്പുറത്തിന്റെ നഗരസഭാ ചെയർമാൻ, സന്തോഷം. ഹാപ്പി അല്ലേ? ഇത് കഴിഞ്ഞ ഒരു 2 മാസത്തോളമായി ഞങ്ങൾ ഇതിന്റെ പ്രിപ്പറേഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ നടക്കുന്ന ഈ ട്രിപ്പിനെ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ഓൾറെഡി ഇമാജിൻ ചെയ്തൊരു ദിവസമാണ്. ഇവിടെ സംഭവിക്കുന്നതൊക്കെ ഇന്ന് രാവിലെ സംഭവിക്കുന്നതിലുപരി മാസങ്ങളായി എല്ലാ ദിവസവും രാവിലെ ഞങ്ങളുടെ മനസ്സിൽ വരുന്ന രംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് ആ അർത്ഥത്തിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്നു. ഒരാളുടെ ഒരൊറ്റ പെർഫോമൻസ് അല്ല, എല്ലാവരും മനസ്സറിഞ്ഞ് ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ റിസൾട്ടാണ്. യാത്രക്കിടയിൽ എല്ലാ സൗകര്യങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം പോകുന്ന വഴിയിൽ 8ഓളം ഓഡിറ്റോറിയങ്ങൾ, പ്രഭാത ഭക്ഷണത്തിനും ഉച്ചഭക്ഷണത്തിനും തിരിച്ചു വരവിനും അങ്ങനെയുള്ള ഫുൾ ഫെസിലിറ്റി, മെഡിക്കൽ ടീം, പിന്നെ വന്നവർക്കൊക്കെ അംബ്രല, മറ്റു സംഭവം കളറായിട്ടുണ്ട്. കാണുമ്പോൾ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. സംഘാടകർക്കും യാത്രക്കാർക്കും എല്ലാവിധ ഭാവുകങ്ങളും. ഹാപ്പി ആയിട്ട് തിരിച്ചു വരും. ഹാപ്പി ജേണി. 3000 ചില്ലറ ആളുകളെയും കൊണ്ട് 80 ബസ്സുകളിലായി ഒരു ടൂർ കൊണ്ടുപോകാന്നൊക്കെ പറയുമ്പോൾ 10 ആളെ കോർഡിനേറ്റ് ചെയ്തൊരു ടൂർ കൊണ്ടുപോകാനുള്ള പാടറിയാവുന്ന ആർക്കും അത് അംഗീകരിക്കാവുന്നതാണ്. പാർട്ടി നോക്കാതെ മനസ്സുകൊണ്ടെങ്കിലും സന്തോഷം പങ്കുവെച്ച മലപ്പുറത്തിൻ്റെ സ്നേഹനിധിയായ മനുഷ്യന്മാർക്കിടയിൽ ചിലരിത് കണ്ട് സഹിക്കവയ്യാതെ കരയുകയാണ്. ഈ അവസരത്തിൽ അവരെ സമാധാനിപ്പിക്കാനുള്ള ഉത്തരവാദിത്വവും നമ്മൾ മറന്നു പോകരുത്. അതിലൊരു കരച്ചിൽ ഇങ്ങനെയാണ്: 500 ആളുകൾ പൊതുപരിപാടിക്ക് കൂടിയ ശൗചാലയ സൗകര്യം ഒരുക്കാത്തവർ ഉല്ലാസയാത്ര കൊണ്ടുപോകുന്നു. അതെങ്കിലും ചെയ്യുന്നില്ല മാഷേ. 5 വർഷമായി പൂർത്തീകരിക്കാത്ത ഹോസ്പിറ്റൽ, തെരുവുനായ ശല്യം, ശൗചാലയം, കരച്ചിലോട് കരച്ചിൽ. ജോലി തിരക്കുകൾക്കിടയിലും ഇന്നേ ദിവസം ഇങ്ങനെ കരയാൻ സമയം കണ്ടെത്തിയവരോട് പറയാനുള്ളത്, ആ ടൂർ പോകുന്ന ആളുകളുടെ അത്രയും സന്തോഷത്തിൽ, അവരെ കൊണ്ടുപോകുന്നവരുടെ അതിസന്തോഷത്തിൽ പങ്കുചേരാൻ സാധിക്കാത്തവർ എന്തും മനുഷ്യരാണ്. ഇതൊക്കെ പാർട്ടി വൈരാഗ്യവും കടന്ന് കാടേരി മുജീബ് എന്ന മനുഷ്യനോടുള്ള വ്യക്തി വൈരാഗ്യമായി മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഒരുപാട് പോസ്റ്റിട്ടുണ്ട്, ഒരുപാട് കുത്തിപ്പൊക്കലും. നിങ്ങൾ തോൽപ്പിച്ചത് മദ്രാസിലെ പള്ളിയുടെ മുറ്റത്ത് അന്ത്യൊരു ശ്രമം കൊള്ളുന്ന നേതാവ്. ഇതൊക്കെ ഇന്ന് തന്നെ പോസ്റ്റാണ്. ലീഗിന് വോട്ട് ചെയ്തില്ലെങ്കിൽ ആഖിറത്ത് മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞവനാണ് ടൂർ കൊണ്ടുപോകുന്നതെന്നാണ്. ഒന്നും നിഷേധിക്കുന്നില്ല, ഒക്കെ ശരിയായിരിക്കാം. ലീഗും ദീനും ഒന്നല്ല. ആണും പെണ്ണും കൂടിക്കലർന്ന ഈ സമ്മേളനം തന്നെ അതിന് തെളിവല്ലേ, ലീഗും ദീനും ഒന്നല്ല എന്നുള്ളതിന്. അത് വിടി. നമ്മൾ പറയുന്നത് നിങ്ങൾ ഈ സമയത്ത് കരയല്ലാന്ന്, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് കരഞ്ഞോളൂ. ഈ സമയത്ത് നിങ്ങൾക്ക് അവരാ യാത്ര ആഘോഷിച്ച് സന്തോഷമായിട്ട് തിരിച്ചു വരട്ടെ എന്ന് പോസ്റ്റ് ഇടാൻ പറ്റിയില്ലെങ്കിലും ആ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നു. ആ മനസ്സിൻ്റെ കുഷ്ഠം അങ്ങ് മാറട്ടെ. ശുഭദിനം.